ഹലോ, അടുത്ത ടോപ്പിക് ഫിഫ്ത്ത് മൊഡ്യൂളിലെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻവെൻട്രി കൺട്രോൾ ആണ്. എന്താണ് ഇൻവെൻട്രി കൺട്രോൾ, എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇൻവെൻട്രീസിന് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വാട്ട് ഇസ് ഇൻവെൻട്രി, എന്താണ് ഇൻവെൻട്രി നോക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇൻവെൻട്രി എന്ന് പറയുന്നത് എന്താണെന്ന്. ഇവിടെ ഡെഫിനിഷൻ ഉണ്ട്, എല്ലാവരും നോക്കുക. ഇൻവെൻട്രി എന്ന് പറയുന്നത് ഇൻവെൻട്രി മേ ബി ഡിഫൈൻഡ് ആസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ്, commodities or other economic resources that are stored or reserved at any given point of time for the purpose of smooth and efficient running of the business. അതാണ് ഇൻവെൻട്രി. അതായത് ഇൻവെൻട്രി മേ ബി ഡിഫൈൻഡ് ആസ് ദി ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ്, കമ്മോഡിറ്റീസ് ഓർ അതർ എക്കണോമിക് റിസോഴ്സ് ദാറ്റ് ആർ സ്റ്റോർഡ് ഓർ റിസർവ്ഡ് അറ്റ് എനി ഗിവൺ പോയിന്റ് ഓഫ് ടൈം ഫോർ ദ പേർപ്പസ് ഓഫ് സ്മൂത്ത് ആൻഡ് എഫിഷ്യൻറ്റ് റണ്ണിങ് ഓഫ് ദി ബിസിനസ്. അതായത് നമ്മളൊരു ബിസിനസ്സിൻ്റെ എഫിഷ്യൻ്റ് ആൻഡ് സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ റിസർവ് ചെയ്യുന്ന ഗുഡ്സ് അല്ലെങ്കിൽ കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ അതർ എക്കണോമിക് റിസോഴ്സ്, അതിനാണ് നമ്മൾ ഇൻവെൻട്രി എന്ന് പറയുന്നത്. അതായത് നമ്മൾ റിസർവ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഏതൊരു കമ്മോഡിറ്റിയും ഏതൊരു ഗുഡ്സും ഏതൊരു എക്കണോമിക് റിസോഴ്സിനെയും നമുക്ക് എന്താ പറയാം, ഇൻവെൻട്രി എന്ന് പറയാം. അതാണ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഇൻവെൻട്രി ഇൻക്ലൂഡ്സ് റോ മെറ്റീരിയൽസ് സ്റ്റോർഡ് ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ്സ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് awaiting ഷിപ്മെൻറ്റ് ഫ്രം ഫാക്ടറി. അതായത് ഈ ഇൻവെൻട്രീസിൽ എന്തൊക്കെ വരാമെന്ന് പറയുന്നത്, ഇൻവെൻട്രിയിൽ റോ മെറ്റീരിയൽ സ്റ്റോർഡ് ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ്സ്, അതായത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിസോഴ്സസ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് വരാം. അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് വരാം, അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സ്. അതായത് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു വുഡ് ഇൻഡസ്ട്രീൻ്റെ കേസിലാണെങ്കിൽ ഒരു ഫിനിഷ്ഡ് ഡോർ, നമ്മൾ എല്ലാ വർക്കും കഴിഞ്ഞ ഡോറാണെങ്കിൽ അത് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയും. അല്ലെങ്കിൽ പകുതി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഡോർസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഡോറിൻ്റെ ഡയമെൻഷനിൽ എന്തെങ്കിലും ചേഞ്ച്, ഒരു വലിയ ഡോറ് എന്താ പറയുക, ഒരു ഹാഫ് ഫിനിഷ് ആയിട്ടുള്ള ഡോറാണെങ്കിൽ നമുക്ക് അതിനെ എന്തായിട്ട് പറയാം, നമ്മൾ ഇൻവെൻട്രി എന്ന് പറയാം. ഇൻവെൻട്രി നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ ഇൻവെൻട്രീസിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്, റോ മെറ്റീരിയൽസ്, സ്റ്റോർ ചെയ്തിരിക്കുന്ന റോ മെറ്റീരിയൽസ് ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ്സ്, അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, അതൊക്കെയാണ് നമ്മൾ ഇൻവെൻട്രി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ എന്താണ് ഇൻവെൻട്രി എന്നുള്ളത്? അതായത് ഒരു ബിസിനസ്സിൻ്റെ സ്മൂത്ത് ആൻഡ് എഫിഷ്യൻറ്റ് റണ്ണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ റിസർവ് ചെയ്യുന്ന എല്ലാ ഗുഡ്സിനെയും കമ്മോഡിറ്റീസിനെയും അല്ലെങ്കിൽ എക്കണോമിക് റിസോഴ്സസിനെയും നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേരാണ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി the term inventory may be divided into two classes. ഫസ്റ്റ് വൺ ഡയറക്റ്റ് ഇൻവെൻട്രി ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻഡയറക്റ്റ് ഇൻവെൻട്രീസ്. അതായത് ഇൻവെൻട്രീസ് എന്ന് പറയുന്നത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഡയറക്റ്റ് ഇൻവെൻട്രീസും ഉണ്ട്, ഇൻഡയറക്റ്റ് ഇൻവെൻട്രീസും ഉണ്ട്. ഡയറക്റ്റ് ഇൻവെൻട്രീസ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് വരിക, ഡയറക്റ്റ് ഇൻവെൻട്രീസ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസും വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻവെൻട്രീസ്, ഫിനിഷ്ഡ് ഗുഡ് ഇൻവെൻട്രീസ്, അതൊക്കെയാണ് ഡയറക്റ്റ് ഇൻവെൻട്രീസ്. അതായത് നമുക്ക് റിസൾട്ട് കാണാൻ പറ്റുന്നത് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ്, അതാണ് നമ്മളെ ഡയറക്റ്റ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. റോ മെറ്റീരിയൽ ആവാം, അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് അതായത് ഹാഫ് ഫിനിഷ്ഡ് ഇൻവെൻട്രീസ് ആവാം, അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ് ഇൻവെൻട്രീസ് ആവാം. എന്നാൽ ഇൻഡയറക്റ്റ് ഇൻവെൻട്രീസ് എന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ്ലി ആ ഡയറക്റ്റ് ഇൻവെൻട്രീസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഡയറക്റ്റ് ഇൻവെൻട്രീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡയറക്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണോ അതൊക്കെയാണ് ഇൻഡയറക്റ്റ് ഇൻവെൻട്രീസ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ദോസ് ഐറ്റംസ് വിച്ച് ആർ നെസസറി ഫോർ മാനുഫാക്ചറിങ് ബട്ട് ഡു നോട്ട് ബിക്കം എ കമ്പോണൻറ്റ് ഓഫ് ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ശ്രദ്ധിക്കുക, ബിക്കം എ കമ്പോണൻറ്റ് ഓഫ് ദി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് സച്ച് ആസ് ലൂബ്രിക്കൻറ്റ്, ഗ്രീസ്, ഓയിൽ, പെട്രോൾ എക്സെട്ര. അതായത് നമ്മൾ ഡയറക്റ്റ് ഇൻവെൻട്രീസ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസാണ് ഇൻഡയറക്റ്റ് ഇൻവെൻട്രീസ് എന്ന് പറയുന്നത്.
ഇൻഡയറക്റ്റ് ഇൻവെൻട്രീസ് എല്ലാം നമ്മളെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് എന്ത് പറയുന്നത് ഡയറക്റ്റ് ഇൻവെൻട്രീസ് എന്ന് പറയുന്നത്. അത് ദിസ് ഐറ്റം ദോസ് ഐറ്റംസ് വിച്ച് ആർ നെസസറി ഫോർ മാനുഫാക്ചറിങ് ബട്ട് ഡു നോട്ട് ബിക്കം കമ്പോണൻറ്റ് ഓഫ് ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ കമ്പോണൻ്റ് ആയിരിക്കില്ല, പക്ഷേ ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ്, നെസസറി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റമാണ് ഇൻഡയറക്റ്റ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വുഡ് ഇൻഡസ്ട്രി നേരത്തെ പറഞ്ഞ വുഡ് ഇൻഡസ്ട്രി എന്ന് വെച്ചോ. അപ്പോൾ വുഡ് മാനുഫാക്ചർ ചെയ്യുന്നൊരു ഒരു ഡോർ മാനുഫാക്ചർ ചെയ്യുന്നൊരു മെഷീൻ എന്ന് വെച്ചോ. അപ്പോൾ ആ മെഷീൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണം, അതിൻ്റെ ഗ്രീസ് ലൂബ്രിക്കൻസ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ആ മെഷീൻ വർക്ക് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഓയിൽസ് വേണ്ടി വരും, അല്ലെങ്കിൽ അതിൻ്റെ വേറെ എന്തെങ്കിലും പെട്രോൾസോ അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരും. അപ്പോൾ അതൊക്കെ എന്താണ് ഇൻഡയറക്റ്റ്ലി അതിൻ്റെ മാനുഫാക്ചറിങ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഐറ്റംസ് അല്ലേ. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻഡയറക്റ്റ് ഇൻവെൻട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇൻവെൻട്രി. രണ്ട് ടൈപ്സ് ഉണ്ട് ഇൻവെൻട്രി, ഡയറക്റ്റ് ഇൻവെൻട്രീസും ഇൻഡയറക്റ്റ് ഇൻവെൻട്രീസും. ഓക്കെ, ഇനി അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെൻട്രി. ഇൻവെൻട്രീൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഇൻവെൻട്രി കൺട്രോൾ ഈസ് എ പ്ലാൻഡ് അപ്രോച്ച് അസർട്ടൈനിങ് when to order, how much to order and how much to stock, so that costs involved in buying and storing are optimally minimum without interrupting the production or affecting the sale. അതാണ് ഇൻവെൻട്രി കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഇൻവെൻട്രി കൺട്രോൾ എന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്, ഇറ്റ് ഈസ് എ പ്ലാൻഡ് അപ്രോച്ച് ആണ് ഫോർ അസർട്ടൈൻ. നമ്മൾ ഒരു പ്ലാൻഡ് അപ്രോച്ച് എന്തിനു വേണ്ടിയിട്ട്, എപ്പോഴാണ് നമുക്ക് ഓർഡർ ചെയ്യേണ്ടത്, വെൻ ടു ഓർഡർ, എപ്പോൾ ഓർഡർ ചെയ്യണം, എത്ര എമൗണ്ട് ഓർഡർ ചെയ്യണം, അതുപോലെ തന്നെ എത്രയാണ് അത് സ്റ്റോക്ക് ഉള്ളത്, പിന്നെ അതിൻ്റെ കോസ്റ്റ് എത്രയാണ്, ആ ഇൻവെൻട്രി വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എത്രയാണ്, അതെങ്ങനെ സ്റ്റോർ ചെയ്യേണ്ടത്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോറിങ്ങും അതിൻ്റെ കോസ്റ്റും ഒപ്റ്റിമം ലെവലിലാക്കുക. അതിൻ്റെ ഷോർട്ടേജ് അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റിൻ്റെ എൻ്റയർ പ്രൊഡക്ഷൻ എഫക്റ്റ് ചെയ്യാതിരിക്കുന്ന രീതിയിൽ എന്ത് വേണം, നമുക്ക് ഒരു പ്ലാൻഡ് അപ്രോച്ച് വേണം ആ ഇൻവെൻട്രീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു മെത്തേഡിനാണ് നമ്മൾ ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ഡെഫിനേഷൻ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻവെൻട്രി കൺട്രോൾ ഈസ് എ പ്ലാൻഡ് അപ്രോച്ച് അസർട്ടൈൻ when to order, how much to order and how much to stock, so that cost involved in buying and storing are optimally minimum without interrupting production or affecting the sale. മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്ന ഇൻവെൻട്രി കൺട്രോളിൻ്റെ എന്താണ്, കോസ്റ്റ് ഇൻവോൾവ് ഇൻ ബൈയിങ് ആൻഡ് സ്റ്റോറിങ്. അതായത് ഒരു ഇൻവെൻട്രി വാങ്ങിക്കാനും അത് സ്റ്റോർ ചെയ്യുന്നതിന് കോസ്റ്റ് മിനിമം ലെവലിൽ നിർത്തിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ പ്രോസസ്സിൻ്റെ പ്രൊഡക്ഷന് എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ, അതുപോലെ തന്നെ അതിൻ്റെ സെയിലിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് ബൈയിങ് ആൻഡ് സ്റ്റോറിങ് ഒപ്റ്റിമം ലെവലിലാക്കുക എന്നുള്ളതാണ് നമ്മളെ ഇൻവെൻട്രി കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻസ് അല്ല അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് അപ്പോൾ ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുന്ന ഒരു പ്ലാൻഡ് അപ്രോച്ച് ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ഹൗ മച്ച് ടു ഓർഡർ, വെൻ ടു ഓർഡർ ആൻഡ് ഹൗ മച്ച് ടു ഓർഡർ ആൻഡ് ഹൗ മച്ച് ടു സ്റ്റോർ, അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാൻഡ് അപ്രോച്ച്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇൻവെൻട്രി കൺട്രോൾ എലിമിനേറ്റ് ദ പോസിബിലിറ്റി ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ഓർഡറിങ്. അതായത് ഇൻവെൻട്രി കൺട്രോളിനകത്ത് നമ്മളെന്താ ഏത് റോ മെറ്റീരിയൽ, ഇപ്പോൾ ഒരു സിമെൻറ്റ് എന്ന് വിചാരിച്ചോ. അപ്പോൾ ആ സിമെൻറ്റിൻ്റെ നമുക്കിപ്പം 50 kg അല്ല 50 നമ്മൾ ബാഗ്സിലല്ല പറയാം. അപ്പോൾ 50 ബാഗ് സിമെൻറ്റ് നമ്മളെ സ്റ്റോറിലുണ്ട്, നമ്മളെ ഗോഡൗണിലുണ്ട് എന്ന് വെച്ചാൽ നമ്മളെ യാർഡിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറഞ്ഞ അപ്രോച്ച് ഉള്ളത് കൊണ്ട് നമ്മൾ കറക്റ്റ് അത് നോട്ട് ചെയ്ത് വെക്കും. എത്ര ബാഗ് അവിടെ സ്റ്റോക്ക് ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് കറക്റ്റ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഓർഡർ, സെയിം മെറ്റീരിയലിന് സെയിം സിമെൻറ്റ് തന്നെ വീണ്ടും നമ്മൾ ഓർഡർ ചെയ്യില്ല. നമ്മളെ കയ്യിൽ കറക്റ്റ് അതിൻ്റെ എത്ര ഉണ്ടെന്നും എത്ര എമൗണ്ട് ഉണ്ടെന്നുള്ള കറക്റ്റ് അതിൻ്റെ എന്താണ് അതിനെക്കുറിച്ചുള്ള ഇതുള്ളതുകൊണ്ട് നമുക്ക് എത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ള കാര്യം കറക്റ്റ് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ വീണ്ടും അത് ഓർഡർ ചെയ്യില്ല. അതായത് സെയിം സാധനം തന്നെ, സെയിം കമ്മോഡിറ്റി തന്നെ നമ്മൾ വീണ്ടും ഓർഡർ ചെയ്യില്ല. അപ്പോൾ അതിനാണ് ഡ്യൂപ്ലിക്കേറ്റ് ഓർഡർ ചെയ്യുന്നതിനാണ് ഡ്യൂപ്ലിക്കേറ്റ് ഓർഡറിങ്. അപ്പോൾ എന്താണ് പോസിബിലിറ്റി ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ഓർഡറിങ് എലിമിനേറ്റ് ചെയ്യും ഇൻവെൻട്രി കൺട്രോൾ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് കറക്റ്റ് റെക്കോർഡ് ഉണ്ട് നമ്മളതിൽ. അതുകൊണ്ട് അടുത്തതെന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ മിനിമൈസിങ് ദ ലോസ് ഡ്യൂ ടു ഡിറ്റീരിയേഷൻ, ഡാമേജ് എക്സെട്ര. അതായത്
എന്താണ് ഒരു ഗുഡ് ഇൻവെൻറ്ററി കൺട്രോൾ എന്ന് പറയുമ്പം ആ ലോ കോസ്റ്റിൽ അത് ബൈ ചെയ്യാനും അതുപോലെ തന്നെ അത് സ്റ്റോർ ചെയ്യാനും പറ്റണം. അപ്പോൾ നമ്മൾ ലോ കോസ്റ്റിൽ സ്റ്റോർ ചെയ്യാൻ മീൻസ് അത് ആ ഇൻവെൻറ്ററി അല്ലെ ആ കമ്മോഡിറ്റിക്ക് ഡിറ്റീരിയേഷനോ അല്ലെങ്കിൽ വേസ്റ്റേജോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ അത് സ്റ്റോർ ചെയ്ത് കീപ്പ് ചെയ്യണം നമ്മൾ. എങ്കിൽ മാത്രമേ അത് ടോട്ടൽ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് നമുക്ക് വിത്തിൻ ദ ബഡ്ജറ്റിൽ നിൽക്കും, അല്ലെങ്കിൽ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നല്ല രീതിയിലുള്ള സ്റ്റോറിങ് മെത്തേഡ് ഉള്ളതുകൊണ്ട് സ്റ്റോറിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ലോസ് ഡ്യൂ ടു ഡിറ്റീരിയേഷൻ ആൻഡ് ഡാമേജ് മിനിമൈസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് ഇറ്റ് കൺട്രോൾ ആൻഡ് മിനിമൈസ് അക്യുമുലേഷൻ ആൻഡ് ബിൽഡപ്പ് ഓഫ് സർപ്ലസ് സ്റ്റോക്ക്. അതായത് നമ്മളെ കയ്യിൽ ഇതിൻ്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്, നമ്മൾ എത്ര എമൗണ്ട് നമുക്ക് സ്റ്റോക്ക് ഉണ്ട്, അതുപോലെ തന്നെ എത്രയും നമുക്ക് ഡിമാൻഡ് വരും എന്നൊക്കെ നോക്കിയിട്ട് നമ്മളത് ഓർഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് സർപ്ലസ് സ്റ്റോക്ക് അല്ലെങ്കിൽ എക്സ്ട്രാ സ്റ്റോക്ക് നമുക്ക് വാങ്ങിച്ചു വെക്കേണ്ട അതിൻ്റെ അക്യുമുലേഷൻ, എക്സ്ട്രാ സ്റ്റോക്കിൻ്റെ അക്യുമുലേഷൻ അല്ലെങ്കിൽ സർപ്ലസ് സ്റ്റോക്കിൻ്റെ അക്യുമുലേഷൻ റെഡ്യൂസ് ചെയ്യും. കറക്റ്റ് എമൗണ്ട് ഇത്ര ഉണ്ടെന്ന് അറിയാം, അപ്പോൾ ഇനി വേണമെങ്കിൽ മാത്രമേ നമുക്കത് ഓർഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ല എക്സ്ട്രാ കുറേ വാങ്ങി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കൺട്രോൾ ചെയ്യും. സർപ്ലസ് സ്റ്റോക്ക് നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യും. ഇറ്റ് കൺട്രോൾ ആൻഡ് മിനിമൈസ് അക്യുമുലേഷൻ ആൻഡ് ബിൽഡപ്പ് ഓഫ് സർപ്ലസ് സ്റ്റോക്ക്, അതാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഇൻവെൻറ്ററി കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഒബ്ജക്റ്റീവ് ഓഫ് ഇൻവെൻറ്ററി കൺട്രോൾ. എന്താണ് ഇൻവെൻറ്ററി കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ് എന്നാണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടു മിനിമൈസ് ദ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻവെൻറ്ററീസ്. അതായത് നമുക്ക് നല്ല രീതിയിൽ ഇൻവെൻറ്ററി കൺട്രോൾ ഉണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെൻറ്ററീസിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന പൈസയൊക്കെ നമ്മൾ മിനിമൈസ് ചെയ്യാൻ പറ്റും. അതായത് എന്താ പറയുക, നമ്മൾ ആദ്യം തന്നെ ഒരു പ്രൊജക്റ്റ് കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ വർക്ക് ടൈമിൽ ഒരു പെർട്ടിക്കുലർ ജോബ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് അവിടെ ഏതാണോ കമ്മോഡിറ്റി വേണ്ടത്, ആ ഇൻവെൻറ്ററി വേണ്ടത്, ആ ഇൻവെൻറ്ററി മാത്രം നമുക്ക് എന്ത് മതി, നമുക്ക് വാങ്ങിച്ചു വെച്ചാൽ മതി. അല്ല ആ ഇൻവെൻറ്ററി മാത്രം നമുക്ക് പിന്നെ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അവിടെ ഉണ്ടായാൽ മതി അല്ലേ. അല്ലാണ്ട് അതിൽ നമുക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു കോൺക്രീറ്റിംഗ് നടക്കുകയാണെങ്കിൽ കോൺക്രീറ്റിംഗ് നടക്കുന്ന സമയത്ത് അല്ല ഒരു വോൾ കൺസ്ട്രക്ഷൻ വെച്ചാൽ അപ്പോൾ വോൾ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ നമുക്ക് വോളിന് യൂസ് ചെയ്യേണ്ട കല്ല് ഇതില്ലെങ്കിൽ സ്റ്റോൺ ഏതാണോ വേണ്ടത്, ബ്രിക്കാണ് എന്നുവെച്ചാൽ അതേ നമുക്ക് വേണ്ട. അല്ലാണ്ട് കോൺക്രീറ്റിംഗ് എക്യുപ്മെൻറ്റ് ആ ഒരു സമയത്ത് നമുക്ക് അവിടെ യൂസ് ചെയ്യുന്ന വേണ്ട. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് കോൺക്രീറ്റിംഗ് എക്യുപ്മെൻറ്റ് വാങ്ങി വെക്കേണ്ട ആവശ്യമില്ല. അതും കോൺക്രീറ്റിംഗ് എക്യുപ്മെൻറ്റ് ആ സമയത്ത് നമ്മൾ വാങ്ങി വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ സിമെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്കത് പൈസ ആദ്യം തന്നെ പൈസ കൂട്ടുക ചെയ്യാം. അതിൻ്റെ റെൻറ്റ് കൂടും എക്യുപ്മെൻറ്റിന്. അപ്പോൾ അങ്ങനെ നമുക്ക് ഏത് വർക്കാണോ ഏത് ജോബാണോ ആദ്യം ആ സൈഡിൽ പെർട്ടിക്കുലർ ടൈമിൽ നടക്കുന്ന ആ ടൈമിൽ മാത്രം അതിൻ്റെ കമ്മോഡിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഇൻവെൻറ്ററി മതി. അപ്പോൾ അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മിനിമൈസ് ദ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻവെൻറ്ററി അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടു എൻഷുർ ദാറ്റ് ദ വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഈസ് മിനിമം. ഒരു മെറ്റീരിയലിൻ്റെ വാല്യൂ, ആ മെറ്റീരിയൽ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിരിക്കണം, മിനിമം എന്നുള്ള രീതിയിൽ എൻഷുർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അടുത്തത് ടു മെയിൻറ്റെയിൻ ടൈംലി റെക്കോർഡ് ഓഫ് ഇൻവെൻറ്ററി ഓഫ് ഓൾ ഐറ്റംസ് ആൻഡ് ടു മെയിൻറ്റെയിൻ ദ സ്റ്റോക്ക് വിത്തിൻ ദ ഡിസയേർഡ് ലിമിറ്റ്. അതായത് എല്ലാ ഐറ്റംസിൻ്റെയും ആ സ്റ്റോക്ക് എത്രയാണ് സ്റ്റോക്ക് ആ പെർട്ടിക്കുലർ ടൈമിലുള്ളത് നമ്മൾ കറക്റ്റ് ഡിസൈഡ് ആ ടൈമിൽ എത്രയുണ്ട് എമൗണ്ട് ഉണ്ടെന്നുള്ളത് നമ്മൾ ടൈമിൽ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് റെക്കോർഡ് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ അത് അതിൻ്റെ സ്റ്റോക്ക് ആ പെർട്ടിക്കുലർ ലിമിറ്റിൽ കുറഞ്ഞു പോകാൻ ഇല്ലാത്ത രീതിയിൽ ആ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് അതിൻ്റെ അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് ടൈംലി റെക്കോർഡ് ഓഫ് ഇൻവെൻറ്ററി കീപ്പ് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റോക്കും ഡിസൈഡ് ലിമിറ്റിൽ സ്റ്റോക്കും മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ടു എൻഷുർ ടൈംലി ആക്ഷൻ ഫോർ റീപ്ലെനിഷ്മെൻറ്റ്. അതായത് നമ്മൾ ഇൻവെൻറ്ററിൻ്റെ സ്റ്റോക്ക് കുറഞ്ഞു വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻവെൻറ്ററി സ്റ്റോക്ക് കുറയുകയാണെങ്കിൽ അത് റീപ്ലെനിഷ് ചെയ്യുക, അത് വീണ്ടും നമ്മൾ പർച്ചേസ് ചെയ്യാൻ വീണ്ടും നമ്മൾ സ്റ്റോക്ക് എത്തിക്കാനുള്ള ടൈംലി ആക്ഷൻ എൻഷുർ ചെയ്യുക, ടൈംലി ആക്ഷൻ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുക. അതാണ് അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ടു പ്രൊട്ടക്ട് ഫ്രം ഫൈൽഫറേജ്, ത്രഫ്റ്റ്, വേസ്റ്റ്, ലോസ്, ഡാമേജ് എക്സെട്ര. അതായത് ഇൻവെൻറ്ററിൻ്റെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുക, കട്ടുകൊണ്ട് പോവുക, അല്ലെങ്കിൽ അതിൻ്റെ വേസ്റ്റ്, അതിൻ്റെ ലോസ്, ഏജ് കൊണ്ടുണ്ടാകുന്ന ലോസ്, അല്ലെങ്കിൽ കാലാവസ്ഥ കൊണ്ട് മഴ പെയ്യുമ്പോൾ തുരുമ്പിടിച്ച പോലെ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റിൽ അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഡാമേജസ് അതിനകത്ത് നോക്കി നമ്മൾ ഇൻവെൻറ്ററിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അതാണ് അതിൻ്റെ അടുത്ത ഒബ്ജക്റ്റീവ്.
പിന്നെ അടുത്തെന്ന് പറയുന്നത് ടു മീറ്റ് ഡിമാൻഡ് ഫ്ലക്ച്വേഷൻസ്. അതിൻ്റെ ഡിമാൻഡ് ഫ്ലക്ച്വേഷൻ, അതായത് ഭാവിയിൽ ഈ ഇൻവെൻട്രീസിനൊക്കെ ഇൻവെൻട്രീസിൻ്റെ ഡിമാൻഡ് ഫ്ലക്ച്വേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് കൂടുതലാണെങ്കിൽ അത്രയും നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ അത്രയും ഡിമാൻഡ് ഇല്ലാത്ത സംഭവമാണെങ്കിൽ നമ്മൾ എന്താണ് പൈസ കുറവിൽ അന്നേരം കിട്ടുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ എമൗണ്ട് ആ സമയത്ത് അത്രയും വാങ്ങി വെക്കേണ്ട. അങ്ങനെ ആ രീതിയിൽ ഡിമാൻഡ് ഫ്ലക്ച്വേഷൻ മനസ്സിലാക്കിയിട്ട് ആ ഇൻവെൻട്രി എത്രയാണെന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്യുക. അതാണ് അടുത്തത്, ടു മീറ്റ് ഡിമാൻഡ് ഫ്ലക്ച്വേഷൻസ്. പിന്നെ അടുത്തത് ടു പ്രൊവൈഡ് എ സേഫ് ഗാർഡ് ഫോർ വേരിയേഷൻ ഇൻ ഡെലിവറി ടൈം ഓഫ് റോ മെറ്റീരിയൽസ് ബൈ മെയിൻറ്റെയിനിങ് സേഫ്റ്റി സ്റ്റോക്ക്. അതായത് ഇൻവെൻട്രീൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് സേഫ്റ്റി സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്നാണ്. അതായത് ഒരു ഇൻവെൻട്രി എന്ന് പറയുന്നത് ഫുള്ളായിട്ട് അങ്ങ് തീരുന്നതിന് മുന്നേ നമ്മളതിന് റീപ്ലെനിഷ്മെൻറ്റ് ഓർഡർ കൊടുക്കണം. അതായത് സേഫ്റ്റി സ്റ്റോക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സേഫ്റ്റി സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമുക്ക് ആ വർക്ക്, അപ്പോൾ ആ കമ്മോഡിറ്റി അല്ലെങ്കിൽ ആ ഇൻവെൻട്രി ഇല്ലാതെ നമുക്ക് ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കോൺക്രീറ്റിംഗ് ആണെങ്കിൽ സിമെൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് കോൺക്രീറ്റിംഗ് നടക്കില്ല. അപ്പോൾ സിമെൻറ്റ് സേഫ്റ്റി സ്റ്റോക്കായിട്ട് നമ്മൾ സിമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. കോൺക്രീറ്റിംഗ് നടക്കേണ്ട സമയത്ത് നമ്മൾ സൈഡിൽ സിമെൻറ്റ് ഇല്ല. അപ്പോൾ എന്താ, കോൺക്രീറ്റിംഗ് എന്ന് പറഞ്ഞാൽ വർക്ക് അവിടെ നിൽക്കും, നമ്മൾ പ്രൊഡക്ഷൻ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അത് കോസ്റ്റ് കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. കോസ്റ്റ് കൂട്ടും. അപ്പോൾ എന്ത് വേണം, അതുകൊണ്ട് എന്ത് വേണം, സേഫ്റ്റി സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം റോ മെറ്റീരിയൽസിൻ്റെ. അതാണ് പറയുന്നത്. അടുത്തത് ടു അലോ ഫ്ലെക്സിബിലിറ്റി ഇൻ പ്രൊഡക്ഷൻ ഷെഡ്യൂളിങ്. അതായത് പ്രൊഡക്ഷൻ ഷെഡ്യൂളിങ്ങിൽ ഫ്ലെക്സിബിലിറ്റി അലോ ചെയ്യുക. അതായത് നമ്മളെ കയ്യിലിപ്പോൾ ഇപ്പം പെട്ടെന്ന് നമുക്ക് ആ ഒരു പ്രൊഡക്ഷൻ ഷെഡ്യൂളിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു വിചാരിച്ചോ. ഇപ്പോൾ ഇന്നിവിടെ എന്താണ് വോൾ കൺസ്ട്രക്ഷൻ ഒരു സൈഡ് നടക്കുന്നു, അപ്പുറത്തെ സൈഡിൽ കൺസ്ട്രക്ട് ചെയ്ത വോളിൻ്റെ ബാക്കി പോർഷൻ നമ്മൾ അതിൻ്റെ ലിൻറ്റിലിടാൻ വേണ്ടിയിട്ടുള്ള പോർഷൻ വർക്ക് നടക്കുന്നു വെച്ചോ. അപ്പോൾ പെട്ടെന്ന് പറയുന്നു ലിൻറ്റിൽ ചെയ്യാൻ പറ്റില്ല, നമുക്ക് അപ്പോൾ തന്നെ ആ വോള് മൊത്തം എല്ലാവിടെയുള്ള വോള് മൊത്തം കെട്ടണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ അതിൽ അത്രയും വോള് കെട്ടാനുള്ള ബ്രിക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ അതിനുള്ള വർക്ക് ഷെഡ്യൂള്, പ്രൊഡക്ഷൻ വർക്ക് ഷെഡ്യൂള് ചേഞ്ച് ചെയ്യുത്താനുള്ള ഫ്ലെക്സിബിലിറ്റി അലോ ചെയ്യണം. അപ്പോൾ അങ്ങനെ അലോ ചെയ്യണം മീൻസ് അത്രയും സ്റ്റോക്ക് നമ്മളെ കയ്യിൽ ഇൻവെൻട്രി ഉണ്ടായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എങ്കിലും മാത്രമേ നമുക്ക് ആ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ലാസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറയുന്നത് കോഴ്സ് ഓഫ് മെയിൻറ്റെയിനിങ് ഇൻവെൻട്രി എന്നാണ് പറയുന്നത്. എന്താണ് ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യേണ്ട കോഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഇൻവെൻട്രി ഹെൽപ്സ് ഇൻ എഫിഷ്യൻറ്റ് ആൻഡ് സ്മൂത്ത് റണ്ണിങ് ഓഫ് ബിസിനസ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ സ്മൂത്ത് ആൻഡ് എഫിഷ്യൻറ്റ് റണ്ണിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ കമ്മോഡിറ്റീസ് വേണം അല്ലെങ്കിൽ ഇൻവെൻട്രീസ് വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ആ വർക്ക് അല്ലെങ്കിൽ ആ ബിസിനസ് മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ് സർവീസ് ടു ദ കസ്റ്റമർ ഇമ്മീഡിയറ്റ്ലി ഓർ അറ്റ് ഷോർട്ട് നോട്ടീസ്. പ്രൊവൈഡ് സർവീസ് ടു ദ കസ്റ്റമർ ഇമ്മീഡിയറ്റ്ലി ഓർ അറ്റ് ഷോർട്ട് നോട്ടീസ്. അതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് ഇൻവെൻട്രി മേ ഏൺ പ്രൈസ് ഡിസ്കൗണ്ട് ബിക്കോസ് ഓഫ് ബൾക്ക് പർച്ചേസിങ്. അതായത് നമ്മൾ ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ബൾക്ക് പർച്ചേസിങ് നടക്കും. അപ്പോൾ ബൾക്ക് പർച്ചേസിങ് നടക്കുമ്പോൾ എന്തായാലും കുറച്ച് റിഡക്ഷനൊക്കെ നമുക്ക് ഇൻവെൻട്രീസിൽ കിട്ടും. റോ മെറ്റീരിയൽസിൻ്റെ നമുക്ക് കുറച്ച് റിഡക്ഷനൊക്കെ കിട്ടും. അപ്പോൾ എന്താണ്, നമുക്ക് പ്രൈസ് ഡിസ്കൗണ്ട് കിട്ടും എന്നാണ് പറയുന്നത് ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ. പിന്നെ അടുത്തത് ഇൻവെൻട്രി ആക്ട് ആസ് എ ബഫർ സ്റ്റോക്ക് വെൻ റോ മെറ്റീരിയൽസ് ആർ റിസീവ്ഡ് ലേറ്റ്. അതായത് റോ മെറ്റീരിയൽസ് നമ്മൾ റീപ്ലെനിഷിങ് ഓർഡർ കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ മെറ്റീരിയൽസ് റൈറ്റ് ടൈമിൽ കറക്റ്റ് ടൈമിൽ കിട്ടിയിട്ടില്ലെങ്കിൽ, നമുക്ക് ലേറ്റ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മളെ കയ്യിൽ ഇൻവെൻട്രി ഉണ്ടെങ്കിൽ എന്താണ്, അതൊരു ബഫർ സ്റ്റോക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബഫർ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞില്ല, ഇൻവെൻട്രി ബഫർ സ്റ്റോക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ പ്രൊഡക്ഷൻ നിർത്തി വെക്കാണ്ട് നമുക്ക് ആ പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻവെൻട്രി ഉണ്ടെങ്കിൽ നമുക്ക് ബഫർ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ഇൻവെൻട്രിനകത്ത്. അപ്പോൾ ആ ബഫർ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് എന്താണ്, മെറ്റീരിയൽസ് കിട്ടാൻ ലേറ്റ് ആയാലും നമുക്ക് വർക്ക് നിർത്തി വെക്കേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഇൻവെൻട്രി റെഡ്യൂസ് പ്രൊഡക്ഷൻ കോസ്റ്റ്. അതായത് നമ്മൾ ഇൻവെൻട്രീസ് ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് അതതിൻ്റെ എന്താണ് പർച്ചേസിങ് കോസ്റ്റ് കുറയ്ക്കും. പിന്നെ അതുപോലെ തന്നെ ടൈം ലാഗ് ഉണ്ടാവില്ല. അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റും കുറയുന്നതാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇറ്റ് ഹെൽപ്സ് ഇൻ മീറ്റിംഗ് ഫ്ലക്ച്വേഷൻസ് ഇൻ ഡിമാൻഡ്. അതന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് ഡിമാൻഡ് ഫ്ലക്ച്വേഷൻസ് മനസ്സിലാക്കിയിട്ട് അത് മീറ്റ് ചെയ്യാൻ ഈ ഇൻവെൻട്രി ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെയാണ് കോസസ് ഓഫ് മെയിൻറ്റെയിനിങ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഇൻവെൻട്രി. ഇൻവെൻട്രി ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കോസ്റ്റ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഇൻവെൻട്രി ഇവിടെ ഉണ്ട്. ഇൻവെൻട്രി കോസ്റ്റ് ഫാൾസ് ഇൻ ടു 3 മെയിൻ കാറ്റഗറീസ്. ഫസ്റ്റ് വൺ ഓർഡറിങ് കോസ്റ്റ്, സെക്കൻഡ് വൺ ക്യാരിയിങ് കോസ്റ്റ്, തേർഡ് വൺ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്. അതിൽ ഓർഡറിങ് കോസ്റ്റിന് നമ്മൾ സെറ്റപ്പ് കോസ്റ്റ് എന്ന് കൂടി പറയും. അതുപോലെ തന്നെ ക്യാരിയിങ് കോസ്റ്റ് ആണെങ്കിൽ ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് കൂടി പറയും. സ്റ്റോക്ക് ഔട്ട് കോസ്റ്റിന് നമ്മൾ ഷോർട്ടേജ് കോസ്റ്റ് എന്നും കൂടി പറയും. അപ്പോൾ ഇതാണ് ഇൻവെൻട്രി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 3 കോസ്റ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഓർഡറിങ് കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റ്, ദെൻ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്. ഓക്കെ, നമുക്കിനി അത് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പഠിക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഓർഡറിങ് കോസ്റ്റ്. ഓർഡറിങ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഇൻവെൻട്രി നമുക്ക് റീപ്ലെനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കോസ്റ്റ് ചിലവാക്കുന്നുണ്ട്, അതിനാണ് ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ എൻ്റെ ഡെഫിനിഷൻ: ദ ഓർഡറിങ് കോസ്റ്റ് ഓൾസോ കോൾഡ് സെറ്റപ്പ് കോസ്റ്റ് എസ്പെഷ്യലി വെൻ producer are concerned. Okay. Ordering cost or cost of replenishing inventory cover the friction created by order themselves. That is the cost incurred every time you place an order. Ordering cost is defined as the cost that incurred every time when you place an order. This cost can be split into 2 types. അതാണ് ഓർഡറിങ് കോസ്റ്റ് എന്താണ് നമുക്ക് പറഞ്ഞത്. ഓർഡറിങ് കോസ്റ്റ് ദ കോസ്റ്റ് ഇൻക്യൂർഡ് എവറി ടൈം വെൻ യു പ്ലേസ് എൻ ഓർഡർ. നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻക്യൂർ ചെയ്യുന്ന കോസ്റ്റ് എത്രയാണോ അതിനാണ് ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഓർഡറിങ് കോസ്റ്റിന് നമുക്ക് 2 പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് കോസ്റ്റ് ഓഫ് ദ ഓർഡറിങ് പ്രോസസ് ഇറ്റ് സെൽഫ്. സെക്കൻഡ് വൺ ദ ഇൻബൗണ്ട് ലോജിസ്റ്റിക് കോസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കാം. കോസ്റ്റ് ഓഫ് ഓർഡറിങ് പ്രോസസ് ഇറ്റ് സെൽഫ് എന്നാണ് നോക്കാം. കോസ്റ്റ് ഓഫ് ഓർഡറിങ് പ്രോസസ് ഇറ്റ് സെൽഫ് എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ഫിക്സഡ് കോസ്റ്റ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. കൺസിഡേർഡ് ആസ് എ ഫിക്സഡ് കോസ്റ്റ്. കൺസിഡേർഡ് ആസ് എ ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം നമ്മളതിന്. ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി നമ്പർ ഓഫ് യൂണിറ്റ് ഓർഡേർഡ്. അതായത് കോസ്റ്റ് ഓഫ് ഓർഡറിങ് പ്രോസസ് ഇറ്റ് സെൽഫ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് ഇതൊരു ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും. നമ്മൾ എത്ര നമ്പറോ ആണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. കോസ്റ്റ് ഓഫ് ഓർഡറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് അത് ഓർഡർ ചെയ്യുന്ന ആ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുന്ന കോസ്റ്റ്. അതായത് എന്താ പറയുന്നത്, ഇറ്റ് ടിപ്പിക്കലി ഇൻക്ലൂഡ് ഫീസ് for placing the order and all kind of clerical costs related to invoice processing, accounting or communication. അതായത് ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ ഇപ്പം നമ്മളൊരു ഇത്ര ചാക്ക് സിമെൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്ര എമൗണ്ട് കോസ്റ്റ് ഉണ്ടാകും ചിലപ്പം. അതും പിന്നെ അതും ഇതിനകത്ത് വരുന്നൊരു കോസ്റ്റാണ്. അതുപോലെ തന്നെ പിന്നെന്താണ് അതിന് ക്ലറിക്കൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ്. അതുപോലെ തന്നെ അത് ഇൻവോയ്സ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്റ്റ്. അതിൻ്റെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എത്ര കോസ്റ്റ് ചിലവാക്കുന്നു, ഫോൺ കോളിൻ്റെ കോസ്റ്റ്, അങ്ങനെ മെയിൽ അയക്കുന്ന നെറ്റിന്, അങ്ങനെ കുറേ ഉണ്ടാവില്ല. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എത്ര കോസ്റ്റ് ചിലവാക്കുന്നത് അതൊക്കെ വരുന്നതാണ്, അതൊക്കെ കൂടിയിട്ടുള്ളതാണ് കോസ്റ്റ് ഓഫ് ഓർഡറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് നമ്പർ ഓഫ് യൂണിറ്റ്, കമ്മോഡിറ്റീൻ്റെ നമ്പർ ഓഫ് യൂണിറ്റ് ഓർഡറിന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതൊരു ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും. ഇപ്പം 50 ചാക്ക് സിമെൻറ്റ് ഓർഡർ ചെയ്താലും പിന്നെ സെയിം ഓർഡർ ചെയ്താലും 100 ചാക്ക് സിമെൻറ്റ് ഓർഡർ ചെയ്താലും കോസ്റ്റ് ഓഫ് ഓർഡറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതൊരു ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും. അതാണ് പറയുന്നത്. For large business, particularly for retailer, it might mainly boil down to the amortized cost of the EDI, electronic data interchange system, which allow the ordering process cost to be significantly reduced. അതായത് റീറ്റെയിലറിൻ്റെ കേസിൽ ബൾക്കായിട്ടുള്ള ബിസിനസ്മാൻ അല്ലെങ്കിൽ ലാർജ് ബിസിനസ്സിൻ്റെ കേസിൽ, റീറ്റെയിലറിൻ്റെ കേസിൽ ഈ ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് അവർ ഓർഡർ ചെയ്യുന്നത് നമ്മൾ പേപ്പറും പെന്നും യൂസ് ചെയ്തിട്ട് അങ്ങനെ എഴുതിയിട്ട് അല്ല അവർ ഓർഡർ ചെയ്യുക. അവർ ഓർഡർ ചെയ്യുന്നത് ഒന്നുകിൽ ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് യൂസ് ചെയ്തിട്ടായിരിക്കും അവർ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ കേസിൽ അതിന് വേണ്ടിയിട്ട് അവർ എത്ര ചിലവാക്കുന്നത്, എത്ര കോസ്റ്റാണ് അവർ യൂസ് ചെയ്യുന്നത്, എത്ര കോസ്റ്റാണ് അവർ ഓർഡർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, അതൊക്കെയാണ് ഇതിൻ്റെ കേസിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡ് ടൈപ്പ് ഓഫ് കോസ്റ്റാണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻബൗണ്ട് ലോജിസ്റ്റിക് കോസ്റ്റ് എന്ന് വെച്ചാൽ
related to transportation and reception, unloading and inspecting. അതായത് ഇൻബൗണ്ട് ലോജിസ്റ്റിക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് റിലേറ്റഡ് ടു ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് റിസപ്ഷൻ. അതായത് നമ്മൾ ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനും അത് അൺലോഡ് ചെയ്യുന്നതിനൊക്കെയാണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക് കോസ്റ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്. ദോസ് കോസ്റ്റ് ആർ വേരിയബിൾ. നേരത്തെ കേസിൽ എന്താണ് നമ്മളെ ഫസ്റ്റ് വൺ കോസ്റ്റ് ഓഫ് ഓർഡറിങ് പ്രോസസ് ഇറ്റ് സെൽഫ് എന്ന് പറയുന്നത് അതൊരു ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും. പക്ഷേങ്കിൽ ഇൻബൗണ്ട് ലോജിസ്റ്റിക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും. ദെൻ ദ സപ്ലയർ ഷിപ്പിംഗ് കോസ്റ്റ് ഇസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടോട്ടൽ വോളിയം ഓർഡർ, ദസ് പ്രൊഡ്യൂസിങ് സംടൈംസ് സ്ട്രോങ് വേരിയേഷൻ ഓൺ ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഓർഡർ. മനസ്സിലായോ? കോസ്റ്റ് ഓഫ് ഓർഡറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും. എത്ര കമ്മോഡിറ്റി നമ്മൾ ഓർഡർ ചെയ്യുന്നത്, എത്ര യൂണിറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അതിൻ്റെ ക്ലറിക്കൽ വർക്കിൻ്റെ ഒക്കെ കോസ്റ്റ് ആയിരിക്കും അതിൽ വരിക, കമ്മ്യൂണിക്കേഷനും ക്ലറിക്കൽ വർക്കിൻ്റെ ഒക്കെ. എന്നാൽ കോസ്റ്റ് ഓഫ് ഇൻബൗണ്ട് ലോജിസ്റ്റിക് കോസ്റ്റ് എന്ന് വെച്ചാൽ അതൊരു വേരിയിങ് കോസ്റ്റ് ആയിരിക്കും. അതിൻ്റെ അകത്ത് നമ്മൾ എത്ര എമൗണ്ടാണ് ഓർഡർ ചെയ്യുന്നത്, അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാനും അതിന് ട്രാൻസ്പോർട്ടേഷനൊക്കെ നമ്മൾ ചിലവഴിക്കുന്ന കോസ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ 50 ചാക്ക് സിമെൻറ്റ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒരു 50 ചാക്ക് സിമെൻറ്റ് കൊള്ളുന്നൊരു വണ്ടി മതിയാവും നമുക്ക് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യാനും കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അതിന് അത്ര കോസ്റ്റ് നമുക്ക് ആവുന്നുള്ളൂ. എന്നാൽ എന്താണ് നമ്മളിപ്പോൾ 100 ചാക്ക് സിമെൻറ്റ് ഓർഡർ ചെയ്തെങ്കിൽ കുറച്ചുകൂടി വലിയ വണ്ടിയാണ്, അപ്പോൾ അതിൻ്റെ കോസ്റ്റ് കൂടും, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടും അല്ലേ. അപ്പോൾ അതൊരു വേരിയബിൾ കോസ്റ്റാണ്. അപ്പോൾ അതായത് ട്രാൻസ്പോർട്ടേഷൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ റിസപ്ഷൻ, അതിൻ്റെ ഹാൻഡ്ലിങ്ങും അതിന് അൺലോഡിങ്ങിനും ഇൻസ്പെക്ഷനും അൺലോഡിങ്ങിനും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റാണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക് കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടോട്ടൽ വോളിയം ഓഫ് ഓർഡറിങ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഓർഡറിങ് കോസ്റ്റിനകത്ത് പഠിക്കാനുള്ളത്. ഓർഡറിങ് കോസ്റ്റ് എന്താണെന്നും അതിന് 2 ടൈപ്സ്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാരിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഹോൾഡിംഗ് കോസ്റ്റ്. എന്താന്ന് നോക്കാം. ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ക്യാരിങ് ഓർ ഹോൾഡിംഗ് ദ ഗുഡ്സ് ഇൻ സ്റ്റോക്ക് ഈസ് നോൺ ആസ് ഹോൾഡിംഗ് കോസ്റ്റ്. അതായത് നമ്മൾ ഗുഡ്സിനെ ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര കോസ്റ്റാണ് നമ്മൾ ചിലവഴിക്കുന്നത് അതിനുള്ള അതാണ് നമ്മൾ ക്യാരിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുന്ന കോസ്റ്റ്. ഹോൾഡിംഗ് കോസ്റ്റ് വാരീസ് ഡയറക്ട്ലി വിത്ത് ദ സൈസ് ഓഫ് ദ ഇൻവെൻട്രി ആസ് വെൽ ആസ് ദ ടൈം വെൻ ദ ഐറ്റം ഈസ് ഹെൽഡ് ഇൻ സ്റ്റോക്ക്. ഇൻവെൻട്രീൻ്റെ സൈസിനും അതുപോലെ തന്നെ അതിൻ്റെ എപ്പോഴാണ് നമ്മളത് സ്റ്റോർ ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഹോൾഡിംഗ് കോസ്റ്റ്. ഹോൾഡിംഗ് കോസ്റ്റ് ഇൻക്ലൂഡ് ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, ഹോൾഡിംഗ് കോസ്റ്റ്, സ്റ്റോറേജ് കോസ്റ്റ്, ഡിപ്രിസിയേഷൻ കോസ്റ്റ്, ടാക്സ് ആൻഡ് ഇൻഷുറൻസ് കോസ്റ്റ്, സാൽവേജ് കോസ്റ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻവെൻട്രി നമുക്ക് ഹോൾഡ് ചെയ്യണം അല്ലെങ്കിൽ ക്യാരി ചെയ്യണം. അപ്പോൾ നമുക്കതിന് സ്റ്റോറേജ് സ്പേസ് വേണം. അപ്പോൾ നമ്മൾ ആ സ്റ്റോറേജ് സ്പേസിൽ കറണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ കറണ്ടിന് കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ എന്താണ് ആ ഒരു നമ്മൾ റെൻറ്റിനാണ് എടുത്തെങ്കിൽ അതിൻ്റെ റെൻറ്റ്, പിന്നെ അതിൻ്റെ ഇൻഷുറൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതൊക്കെയാണ് അതിന് ഹോൾഡിംഗ് കോസ്റ്റിനകത്ത് വരുന്നത്. പിന്നെന്താ വരുന്നത് സാൽവേജ് കോസ്റ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ അതിൻ്റെ യൂട്ടിലിറ്റി പീരീഡിൻ്റെ എൻഡിൽ നമ്മളത് വിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് നമ്മൾ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അതിന് എത്ര കോസ്റ്റ് കിട്ടും വിൽക്കുമ്പോൾ, അതാണ് അതിൻ്റെ സാൽവേജ് കോസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഹോൾഡിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ ക്യാരിയിങ് കോസ്റ്റിനകത്ത്. അതായത് ക്യാരിയിങ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഒരു കമ്മോഡിറ്റി ക്യാരി ചെയ്യാൻ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര കോസ്റ്റ് ചിലവഴിക്കുന്നു, അതാണ് ക്യാരിയിങ് കോസ്റ്റ്. ഓക്കെ. ഇനി അടുത്തത് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്, തേർഡ് വൺ. ഫൈനലി to get a complete vision of the inventory cost, we should also add the stock out cost or shortage cost. That is the cost incurred when stock out take place. അതായത് ഷോർട്ട് ഔട്ട് കോസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ടേജ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഒരു കമ്മോഡിറ്റിൻ്റെ ഷോർട്ടേജ് ഉണ്ടായാൽ അല്ലെങ്കിൽ ഷോക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി നമ്മൾ ഇൻക്വയർ ചെയ്യുന്ന കോസ്റ്റ് എത്രയാണോ അത്. അതായത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫോർ റീറ്റെയിലർ ഇറ്റ് ക്യാൻ ഇൻക്ലൂഡ് ദ കോസ്റ്റ് ഓഫ് എമർജൻസി ഷിപ്മെൻറ്റ്, ചേഞ്ച് ഓഫ് സപ്ലയർ വിത്ത് ഫാസ്റ്റർ ഡെലിവറീസ്, സബ്സ്റ്റിറ്റ്യൂഷൻ ടു ലെസ് പ്രോഫിറ്റബിൾ ഐറ്റംസ് എക്സെട്ര. അതായത് നമുക്കിപ്പോൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺക്രീറ്റിങ്ങിൻ്റെ സൈറ്റിൽ നമുക്കൊരു 50 ചാക്ക് സിമെൻറ്റ് വേണം. പക്ഷേ നമ്മളെ കയ്യിൽ 45 ബാഗ്സേ ഉള്ളൂ എന്ന് വെച്ചാൽ 50 ബാഗ് വേണം നമ്മൾക്ക്. പക്ഷേ സ്റ്റോറായിട്ട് നമ്മളെ കയ്യിൽ സ്റ്റോക്കായിട്ട് 45 ബാഗേ ഉള്ളൂ. എന്തൊക്കെയോ കാരണം കൊണ്ട് 45 ബാഗേ നമ്മളെ കയ്യിലുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ച് 5 ബാഗ് നമുക്ക് നഷ്ടം, നമ്മുടെ കയ്യിലില്ല, ഷോർട്ടേജ് ഉണ്ടായി അല്ലെങ്കിൽ അതിന് ഷോക്ക് ഔട്ട് ഉണ്ടായി. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മളെ പ്രൊഡക്ഷൻ നമ്മളവിടെ നിർത്തി
നിർത്തി വെക്കേണ്ടി വരും അത്രയും ചാക്ക് സിമെൻറ്റ് കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എമർജൻസി ആയിട്ട് നമ്മൾ കുറച്ച് 5 ചാക്ക് കൂടി നമ്മൾ ഷിപ്മെൻറ്റ് ചെയ്യും. അപ്പോൾ എമർജൻസി ഷിപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിന് എക്സ്ട്രാ കോസ്റ്റ് കുറച്ചുകൂടി ചിലവാക്കേണ്ടി വരും. അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ വരുന്ന കോസ്റ്റ്, അതാണ് ഷോക്ക് ഔട്ട് കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ സപ്ലയേഴ്സ് എന്തെങ്കിലും അവർ സപ്ലൈ ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ എന്തെങ്കിലും ഡിഫക്റ്റ് നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ മനസ്സിലായത് അല്ലെങ്കിൽ അവർ ലേറ്റ് ആയിട്ട് സപ്ലൈ ചെയ്യും, നമുക്ക് പെട്ടെന്ന് തന്നെ മെറ്റീരിയൽ കൈ കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സപ്ലയറിനെ മാറ്റും. അപ്പോൾ അങ്ങനെ സപ്ലയറിനെ ചേഞ്ച് ചെയ്യുക ഫാസ്റ്റർ ഡെലിവറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചിലവഴിക്കുന്ന പൈസ അതൊക്കെയാണ് എന്താണ് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റിൻ്റെ അകത്ത് വരുന്നത്, അല്ലെങ്കിൽ ഷോർട്ടേജ് കോസ്റ്റിൽ വരുന്നത്. ഓക്കെ. While this kind of cost can be determined quite precisely, others are not so easy to point out. Such as the cost in terms of customer loss of loyalty or other general reputation of the company. അതായത് ഇങ്ങനത്തെ കോസ്റ്റൊക്കെ നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ കസ്റ്റമറിൻ്റെ എന്താണ് അവരുടെ റെപ്യൂട്ടേഷൻ, കമ്പനീൻ്റെ റെപ്യൂട്ടേഷൻ, അല്ലെങ്കിൽ ലോസിന് അയാളെ ലോയൽറ്റിയിലുണ്ടാകുന്ന ലോസ്, അതൊക്കെ കോസ്റ്റായിട്ട് തന്നെ നമ്മൾ വാല്യൂ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നത്. അതൊന്നും നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്. അതായത് കോസ്റ്റ് ഇൻക്ലൂഡ് വെൻ ദ സ്റ്റോക്ക് ഔട്ട് ടേക്ക് പ്ലേസ് ഓർ വെൻ ദ ഷോർട്ടേജ് ഓഫ് സം ഇൻവെൻട്രി ഓർ കമ്മോഡിറ്റി ടേക്ക് പ്ലേസ്. അതാണ് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇൻവെൻട്രീസിൽ കൺട്രോളിൽ വരുന്ന 3 കോസ്റ്റ് എന്ന് പറയുന്നത്: ഓർഡറിങ്, ക്യാരിങ് ആൻഡ് സ്റ്റോക്ക് ഔട്ട്. ഓക്കെ.